ചുട്ടു വളർന്ന വെയിലും പിടിച്ച് പുറത്ത് പോകാൻ പറ്റില്ല. അഥവാ ഇനി പുറത്ത് പോയിട്ട് വീട്ടിൽ വന്ന് കയറിയതാണ്ട് കൂടപ്പറപ്പായിട്ട് നമ്മുടെ സണ്ടാൻ ഇങ്ങനെ പോരും. അപ്പോൾ ബോയ്സാലും ഗേൾസാലും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് സണ്ടാൻ. എവിടെ തിരിഞ്ഞാലും എവിടെ പോയാലും വീട്ടിൽ വന്ന് കയറുമ്പോൾ അത്യാവശ്യം നല്ലോണം സണ്ടാൻ അടിക്കും. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അതിന് ഒരു വീക്ക് കഴിയുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പക്ഷേ ബോഡിയിലും ഫേസിലും അത്യാവശ്യം നല്ലോണം ടാൻ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ടാൻ പോക്കാനുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് വെറും ഒരേ ഒരു ദിവസം കൊണ്ട്, വെറും 20 മിനിറ്റും കൊണ്ട് നമ്മുടെ ഫുൾ ബോഡിയിലുള്ള നമ്മുടെ ഫേസിലുള്ള ടാൻ പോക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്താണ് നിങ്ങൾ പാക്ക് റെഡിയാക്കുന്നത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണം ഇതേ കണക്കൊരു ടൊമാറ്റോ ആണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം. ഞാൻ ഇവിടെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ കണക്കൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലോണം അതൊന്ന് വേവിച്ചെടുക്കും. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരെ ഞങ്ങൾക്ക് വേവിക്കാൻ സ്റ്റൗ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. കുറച്ച് ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇട്ടിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആവി കാരണം നമുക്കത് വേന്തി കിട്ടും കേട്ടോ. അപ്പോൾ വേവിച്ചെടുക്കുന്നതാണ് ഞാൻ ഒന്നുകൂടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് അത് അടച്ചു വെക്കുന്നുണ്ട് കുറച്ച് നേരം. തന്നെ അതിനുശേഷം നമ്മുടെ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മൾ ടൊമാറ്റോ എടുക്കുന്നുണ്ട്. ഇവിടെ സ്പൂൺ വെച്ചെടുത്തപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കൈ പൊള്ളി. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി എടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ കയ്യിൽ ആവി എടുക്കും, പൊള്ളും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെ അതിനുശേഷം ഇതേ കണക്ക് നമ്മൾ ടൊമാറ്റോ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് അമക്കി അതിന് പൾപ്പെടുക്കാം, അതിന് നീരെടുക്കാം. അതല്ല നിങ്ങൾക്ക് മിക്സിക്കകത്ത് ഇട്ടിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നീര് ഇവിടെ റെഡിയാക്കി കിട്ടുന്നുണ്ട്. പിന്നെ അത് കുറച്ച് നേരം നമുക്ക് ആറാൻ മാറ്റി വെക്കാം, കാരണം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ലേശം നമ്മുടെ കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് ഇല്ലെങ്കിൽ മാത്രം പയറോട് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആഡ് ചെയ്തെടുക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയാണ്. കുറച്ച് മഞ്ഞപ്പൊടി മതി. അപ്പോൾ കുറച്ച് പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, യൂട്യൂബിൽ കമൻറ്റിലും ചോദിച്ചു ഞങ്ങൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി എടുക്കാമോ എന്ന്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്നെങ്കിൽ അതെടുക്കാം. അതല്ല നമ്മൾ ഓരോ ബ്രാൻഡ്സിൻ്റെ ഒക്കെ വാങ്ങത്തില്ലേ, അങ്ങനത്തെ അങ്ങനെ നിങ്ങൾ അതെടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞപ്പൊടി അല്ലാണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാൻ അവിടെ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടി ആയതുകൊണ്ടാണ് അത് എടുക്കുന്നത്. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് തൈരാണ്. പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ നീര് ആഡ് ചെയ്തിട്ട് നാരങ്ങ കളയാൻ നിൽക്കരുത്, നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. പിന്നെ നമുക്ക് അപ്പം തന്നെ നല്ലോണം ഇത് ഇളക്കി കൊടുക്കാം, കാരണം ഈ കടലമാവ് പയറുപൊടിയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കുക. അപ്പം അത് മൊത്തത്തിൽ ഒന്ന് മിക്സായി കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തുമ്പോൾ അത് മൊത്തത്തിൽ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നല്ലൊരു പേസ്റ്റ് രീതിയിൽ കിട്ടും. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ടൊമാറ്റോ നീര് ആറിയതിന് ശേഷം മാത്രം ആ ടൊമാറ്റോ നീരൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ആറുമ്പോൾ വലിയ ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്ന് അടയുമ്പോൾ അപ്പം മിക്സ് ആക്കി എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. ഞാൻ ഇവിടെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഇളക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇളക്കാൻ വലിയ വാക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പയ്യെ ഇളക്കുന്നത്. അപ്പോൾ നിങ്ങളല്ലാണ്ട് ഇളക്കുമ്പോൾ പാത്രത്തിൽ പിടിച്ചിളക്കുമ്പോൾ പെട്ടെന്ന് ഇളക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തെടുത്തേക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേ കോഫി പൗഡർ എടുക്കുന്നെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് നമ്മുടെ കോഫി പൗഡർ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം അരിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. മീൻസ് നമ്മൾ കാപ്പിയൊക്കെ കുടിക്കത്തില്ലേ, അതേ കണക്ക് ആ വെള്ളം എടുത്തിട്ട് അത് വേണം നമ്മുടെ പാക്കിൽ ആഡ് ചെയ്യുക. അല്ലാണ്ട് എടുക്കുക നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റാണ് കിട്ടുന്നത്. നമുക്ക് ഒരു കുറച്ചൊരു ഫേസ് പാക്കിൻ്റെ ഇതുപോലെ കിട്ടത്തില്ല. നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കോഫി വെച്ചിട്ടുള്ള പാക്കായി യൂസ് ചെയ്യുന്നെങ്കിലും നിങ്ങൾ അങ്ങനെ എടുക്കുന്നതാണ് നമുക്കൊന്നും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരുമാതിരി മറ്റേ തരിതരിപ്പ് പോലെ ഇരിക്കും. അല്ലെങ്കിൽ സ്ക്രബിങ്ങിനൊക്കെ യൂസ് ചെയ്യുമെങ്കിൽ അല്ലാണ്ട് ഡയറക്റ്റ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്നതിനോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടണുകളൊന്ന് ക്ലിക്ക് ചെയ്തൊക്കെ എന്നാലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമ്മുടെ ചാനൽ കുറേ അധികം ഫേഷ്യൽസിൻ്റെ ഹെയർ കെയറിൻ്റെ ഈ ഡീറ്റാൻ്റെ ഒക്കെ പാക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി കണ്ടു നോക്കട്ടെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പാക്ക് ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ അത്രയും പാക്ക് റെഡി ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാനുള്ളതെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബോയ്സ് ആണെങ്കിൽ ഇപ്പോൾ മഞ്ഞപ്പൊടി യൂസ് ഒട്ടും പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി സ്കിപ്പ് ചെയ്യാം. മഞ്ഞപ്പൊടി യൂസ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. യൂസ് ചെയ്ത് നമുക്ക് അത്ര റിസൾട്ട് കിട്ടും. യൂസ് ചെയ്തില്ലെങ്കിലും വലിയ സീനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം നമുക്കിങ്ങനെ ഒന്ന് തൊട്ട് വെക്കാം. നല്ല തിക്കായിട്ടാണ് നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് ഇട്ട് കേട്ടോ. ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളെ ലൈവായിട്ട് റിമൂവ് ചെയ്ത് കാണിക്കും. അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ഒരു നാരങ്ങയില്ല, ആ നാരങ്ങ വെച്ചിട്ട് നല്ലോണം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോകാനും നമ്മുടെ പോർസൊക്കെ മിനിമൈസ് ചെയ്യാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഈ ഒരു പാക്ക് വന്നിട്ട് ഈ സൺടാൻ പോക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കിൻ നല്ലോണം വൈറ്റനിങ് ആക്കി വെക്കണം, നല്ല ഗ്ലോ ആക്കി വെക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടാൻ പോയി കിട്ടി. വെറും 20 മിനിറ്റ് മാത്രം മതി നമ്മുടെ ടാൻ പോകാൻ വേണ്ടി. ഇനി എത്ര ടാൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി, നമ്മുടെ ടാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറ്റി കിട്ടും. ഇനിയിപ്പം ഒരാഴ്ച 2 ആഴ്ച ഒന്നും വേണ്ട നമ്മുടെ ഫേസിൽ ടാൻ പോകാൻ വേണ്ടിയിട്ട് വെറും 20 മിനിറ്റ് മാത്രം മതി. നിങ്ങൾക്ക് ടൈം
ടൈം ഉണ്ടെങ്കിൽ വെറും 20 മിനിറ്റും കൂടെ നമ്മുടെ ടാൻ പൊക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളതിൻ്റെ ലൈവ് റിസൾട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അനുസരിച്ച് നല്ലോണം നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് ഭയങ്കര ഓവറായിട്ടൊന്നും ഇട്ട് മസാജ് ചെയ്യാൻ നിൽക്കണ്ട, കുറച്ച് നേരം മാത്രം മസാജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അനുസരിച്ച് ഞങ്ങളിത് റിമൂവ് ചെയ്താണ്. എനിക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ നേരത്തെയുള്ള ഫേസ് ഇപ്പോഴത്തെയുള്ള ഫേസ് നല്ലൊരു ചേഞ്ചാണ് വന്നേക്കുന്നത്. അതുമാത്രമല്ല എൻ്റെ കണ്ണിന് ചുറ്റും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അവിടുന്ന് നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. കണ്ണിനും മുകളിലും നമ്മുടെ ഫേസും തമ്മിൽ അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ടാൻ പോയിട്ടുണ്ട്. നിങ്ങൾക്കതൊരു വീക്കിലി 2 or 3 ടൈംസ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അതെല്ലാം എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഭയങ്കര വെയിലടിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, വീക്കിലി ഒരു 2 or 3 ടൈംസ് മാത്രം മതി കേട്ടോ. നമ്മുടെ ടാനൊക്കെ പോകാൻ അടിപൊളിയായിട്ട് സഹായിക്കും. അത് മാത്രമല്ല ഈ ഒരു പാക്ക് നമ്മൾ വാഷ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെയാണ് കിട്ടുന്നത്. ഇൻസ്റ്റൻറ്റ് ഗ്ലോയും നല്ലോണം വൈറ്റനിങ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഒക്കെ പോക്കാനും പിന്നെ നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്ന മിക്ക ഐറ്റംസ് നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് പോക്കാനും പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു പടിക്ക് 5-6 പക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ മസ്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ ഇവിടെ വാവിൻ്റെ അലോവേറ ജെല്ലാണ് എടുക്കുന്നത്. ഇവിടെ പ്രൊമോഷൻ്റെ വെച്ചിട്ടൊന്നും പറയുമല്ല, എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു അലോവേറ ജെല്ലാണ്. വാവ് 99% പ്യുവർ അലോവേറ ജെല്ലാണ്. അത് മാത്രമല്ല നമുക്ക് പ്യുവർ അലോവേറ ജെല്ലിൻ്റെ ഒരു സ്മെല്ലാണ്. എക്സ്ട്രാ കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ആരും മറക്കല്ല, അത് മസ്റ്റാണ് കേട്ടോ. ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ വേണം നമ്മൾ മസാജ് എടുക്കുക, അല്ലെങ്കിൽ ഡൗൺവേർഡ് ആകുമ്പോൾ നമ്മുടെ ഫേസിൽ സാഗിങ് അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ഇനി സൺടാൻ്റെ പ്രശ്നമൊന്നും അടിച്ചാലും ടെൻഷനൊന്നും അടിക്കേണ്ട. ബൈ ഡിയേഴ്സ്, ടാറ്റാ.